ക്രൂശിന്റെ വചനം, ദ മെസ്സേജ് ഓഫ് ദ ക്രോസ്. എന്താണ് ഈ ക്രൂശിന്റെ വചനം? ഇത് പണ്ടങ്ങാണ്ട് നടന്നൊരു വാർത്തയല്ല, ഇത് പണ്ടങ്ങാണ്ട് നടന്ന ഒരു സംഭവം നമ്മൾ എടുത്തിങ്ങനെ ഓർക്കുകയല്ല. ഇത് ഇവിടെ പ്രസംഗിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യയിലുണ്ട്. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ പവർ ഇന്ന് പകലിലും നമ്മൾ വ്യാപരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ചിലരുടെ മാനസാന്തരത്തിന് ഇത് കാരണമാകാൻ പോവുകയാണ്, ചിലരുടെ രോഗത്തിന് വിടുതലിന് കാരണമാകാൻ പോവുകയാണ്. ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഈ വചന ശുശ്രൂഷയിൽ കൂടെ നടക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഐ ആം പ്രീച്ചിങ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ വിഷയം ഇതാണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 18-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം. 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. 1-ാമത്തെ ഭാഗം 18-ാമത്തെ വാക്യം, ക്രൂശിന്റെ വചനം. ചേർന്ന് പറയാമോ? ക്രൂശിന്റെ വചനം. എല്ലാവരും എന്നോട് ചേർന്ന് ആ വാക്യം വായിക്കാമോ? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. അതെ, ഇന്നത്തെ വിഷയം ഇതാണ്, ക്രൂശിന്റെ വചനം. ഒന്നുറക്കെ പറയാമോ? ക്രൂശിന്റെ വചനം. ഹല്ലേലൂയ. ഇന്ന് ഈ ക്രൂശിന്റെ വചനം ഇവിടെ പ്രസംഗിക്കപ്പെടുമ്പോൾ നശിച്ചു പോകുന്നവർക്ക് അത് ഭോഷത്വമാണ്. ഇറ്റ് ഈസ് ഫൂളിഷ്നെസ് ടു ദോസ് ഹു ആർ ബീയിങ് ഡിസ്ട്രോയ്ഡ്, പെരിഷിംഗ്. ബട്ട് ഇറ്റ് ഈസ് ടു us who are being saved, it is the power of God. ഒന്ന് പറയാമോ? പവർ ഓഫ് ഗോഡ്. അവർക്ക് പറയാമോ? പവർ ഓഫ് ഗോഡ്. ക്രൂശിന്റെ വചനം, ദ മെസ്സേജ് ഓഫ് ദ ക്രോസ്. എന്താണ് ഈ ക്രൂശിന്റെ വചനം? എന്താണ് ഈ ക്രൂശിന്റെ വചനത്തിന്റെ പ്രത്യേകത? ഇത് പ്രസംഗിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇത് പണ്ടങ്ങാണ്ട് നടന്നൊരു വാർത്തയല്ല, ഇത് പണ്ടങ്ങാണ്ട് നടന്ന ഒരു സംഭവം നമ്മൾ എടുത്തിങ്ങനെ ഓർക്കുകയല്ല. ഇത് ഇവിടെ പ്രസംഗിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യയിലുണ്ട്. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ പവർ ഇന്ന് പകലിലും നമ്മൾ വ്യാപരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ചിലരുടെ മാനസാന്തരത്തിന് ഇത് കാരണമാകാൻ പോവുകയാണ്, ചിലരുടെ രോഗത്തിന് വിടുതലിന് കാരണമാകാൻ പോവുകയാണ്. ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഈ വചന ശുശ്രൂഷയിൽ കൂടെ നടക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഐ ആം പ്രീച്ചിങ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഇന്ന് പകലിലും യേശു കർത്താവ് നമ്മുടെ മധ്യയിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ക്രൂശിന്റെ വചനം കേട്ടിട്ട് അതേപോലെ മടങ്ങി പോവാൻ ആർക്കും കഴിയത്തില്ല. ഈ ക്രൂശിന്റെ വചനം പ്രസംഗിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. അങ്ങനെ പറയാമോ? ഇന്ന് എന്റെ ദിവസമാണ്, ദൈവത്തിന്റെ ശക്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദിവസമാണ്. ദൈവത്തിന്റെ അസാധാരണമായ ശക്തി വെളിപ്പെട്ടു വരുന്ന ഒരു പകൽക്കാലമാണ്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകലിൽ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെ യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് പറയുന്നു അവിടെ കർത്താവ് വരും. ഉറപ്പാ. കാരണം അറിയാമോ? ഏറ്റവും പവർഫുൾ മെസ്സേജാണ് ദ മെസ്സേജ് ഓഫ് ദ ക്രോസ്. രോഗികളെ സൗഖ്യമാക്കുന്ന സന്ദേശമാണിത്. പാപികളെ മാനസാന്തരപ്പെടുന്ന സന്ദേശമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാപികളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന സന്ദേശമാണ് ക്രൂശിലെ സന്ദേശം. ഇന്ന് പകല് ദൈവത്തിന്റെ ക്രൂശിലെ സന്ദേശം ഇവിടെ മുഴങ്ങി കേൾക്കുമ്പോൾ അത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ, പ്രസംഗിക്കുന്ന എന്റെ ജീവിതത്തിൽ ഇത് ശക്തിയായി വെളിപ്പെടും. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ വിശ്വസിക്കാമോ? It is the power of God. It's the power of God. ഇന്ന് പകലിൽ ഈ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. രോഗികളായിട്ട് കേൾക്കുന്ന ആരെങ്കിലും രോഗികളായിട്ടുള്ള കാര്യങ്ങൾ എത്താമോ? രോഗികളായിട്ടുള്ള കാര്യം എത്താമോ? ഹല്ലേലൂയ. Today you are going to be healed. Do you believe that? Today you are going to be healed. Do you believe that? Not because simply I said it, because of the power in the cross of Christ. Today you are going to be healed by the blood of Jesus. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. വിശ്വസിച്ചേറ്റെടുക്കാമോ? അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ വചനം ഇവിടെ ഘോഷിക്കപ്പെടുമ്പോൾ രോഗസൗഖ്യമുണ്ടാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇത് ശ്രദ്ധിക്കരുതെന്ന് പിശാചിന് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ട് പറയാമോ? എന്തുകൊണ്ടാണ് ഇത് ഡിസ്ട്രാക്റ്റഡ് ആണെന്ന് അറിയാമോ? ഒരുവൻ ക്രൂശിൽ നോക്കിയാൽ അവന് വിടുതൽ ഉറപ്പാ. അതുകൊണ്ട് ക്രൂശിൽ നോക്കാതിരിക്കാൻ എല്ലാ പരിപാടിയും സാത്താൻ ഒപ്പിക്കും. ക്രൂശിന്റെ വചനം മനസ്സിലാകാതിരിക്കാൻ വേണ്ടി ശത്രുവായ പിശാച് ലോകത്തിലെ ആളുകളുടെ കണ്ണിനെ എന്താക്കി വെച്ചിരിക്കുക. എന്നാൽ ഇന്ന് പകലിൽ ഈ വചനം ഇവിടെ പ്രസംഗിക്കപ്പെടുമ്പോൾ ചിലരുടെ കണ്ണുകളെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുക.
വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ഇന്ന് ഈ മെസ്സേജ് ഓഫ് ദ ക്രോസ് ഇവിടെ പ്രീച്ച് ചെയ്യുമ്പോൾ ദൈവം ചിലരുടെ കണ്ണുകളെ തുറക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നു? ഒരു നിമിഷം ആത്മാവിനെ ആരാധിച്ചട്ടെ. ലോർഡ് ജീസസ്, ഇന്ന് പകലിൽ ചിലരുടെ കണ്ണുകളെ അങ്ങ് തുറക്കണമേ. ഒന്നാത്മാവിൽ ആരാധിച്ച്, ഒന്നാത്മാവിൽ ആരാധിച്ച് ഇന്ന് ചിലരുടെ കണ്ണുകളെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുക. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ക്രൂശിലെ ചില മർമ്മങ്ങളെ ഇന്ന് നീ കാണാൻ പോകുക. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ക്രൂശിലെ ചില മർമ്മങ്ങളെ ഇന്ന് ഗ്രഹിക്കാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കണ്ണുകൾ തുറക്കപ്പെടട്ടെ, കണ്ണുകൾ തുറക്കപ്പെടട്ടെ. Let the blind eyes be opened. Let the blind eyes be opened. Let them see the beauty of the cross. യേശുവിന്റെ കാൽവരി ക്രൂശിലെ ആ സൗന്ദര്യം കാണത്തക്ക രീതിയിൽ ചിലരുടെ കണ്ണുകളെ ഇന്ന് തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ചിലരുടെ കണ്ണുകൾ ഇന്ന് തുറക്കുന്ന പകൽക്കാലമായി തീരട്ടെ. In the name of Jesus, in the name of Jesus, in the name of Jesus, let the eyes be opened. Let the eyes be opened. Let them see the beauty of Christ. Hallelujah, hallelujah, hallelujah. ക്രൂശിനെ ഒന്ന് പകൽ നോക്കാമോ? വെറുതെ ഒരു കുരിശല്ല, വെറുതെ ഒരു കുരിശല്ല. ഇതിനകത്തൊക്കെ ആത്മീയ കണ്ണുകൾ കൊണ്ട് നോക്കണം. യു വിൽ സീ എ ബ്യൂട്ടി ഇൻ ദ ക്രോസ്. നിന്റെ ജീവിതത്തിലെ പ്രശ്നം എന്തോ ആയിക്കോട്ടെ, there is only one place that you need to look unto. That is the cross. ആ യേശുവിനെ നോക്കരുതെന്ന് എല്ലാവരും പറയും. എന്നാൽ നീ വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ, കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ നോക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അത് മറ്റെവിടെയുമല്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. ആ ക്രൂശിലാണ് മറുപടി, ആ ക്രൂശിലാണ് വിടുതൽ, ആ ക്രൂശിലാണ് ജയോത്സവം എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? There is power in the cross. ഹല്ലേലൂയ. യൂട്യൂബിൽ നോക്കിയാൽ, മാധ്യമങ്ങളിൽ നോക്കിയാൽ കുറെ ഇൻഫ്ലുവൻസേഴ്സിനെ കാണാം. എന്നെ നോക്ക്, എന്നെ നോക്ക്, എന്നെ ഫോളോ ചെയ്യും. ബട്ട് ദ ബൈബിൾ സേസ് ലുക്ക് അൺടു ക്രൈസ്റ്റ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ ക്രിസ്തുവിനെ നോക്കുക. ഇന്ന് നിന്റെ നോട്ടം എവിടെയാണ്? ലോകത്തിലേക്കാണോ നിന്റെ നോട്ടം? ആ നോട്ടത്തെ മാറ്റി കാൽവരി ക്രൂശിൽ നിന്റെ കണ്ണുകൾ ഉയർത്താമെങ്കിൽ, കാൽവരി ക്രൂശിൽ നോക്കാമെങ്കിൽ നിനക്കുള്ള പരിഹാരം അവിടെയുണ്ട്. ഹല്ലേലൂയ എന്ന് എത്ര വിശ്വസിക്കുന്നു? ക്രൂശിൽ നോക്കിയ ഒരുവന് തിരിച്ചു പോകാൻ സാധ്യമല്ല. യേശുവിന്റെ മാറത്ത് കുത്തിയ പടയാളി ക്രൂശിൽ അല്പനേരം നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അവൻ വാസ്തവത്തിൽ നീതിമാനായിരുന്നു. ക്രൂശിൽ ആരൊക്കെ നോക്കിയോ അവരുടെ ജീവിതം മാറിയിട്ടുണ്ട്. Whoever has looked unto the cross, their life can never be the same. I believe in the name of Jesus. ഇന്ന് പകലിൽ if you are able to look unto Christ without any distraction, God is going to speak to you. Hallelujah. ക്രൂശിനെ ഇന്ന് പകലിൽ ശ്രദ്ധിച്ചു നോക്കുമോ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുത പ്രവൃത്തി ചെയ്യാൻ പോകുകയാണ്. മറ്റൊന്നുമല്ല, നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടാൻ പോകുകയാണ്. ക്രൂശിൽ കിടന്ന രണ്ട് കള്ളന്മാർ, എല്ലാവരും യേശുവിനെ കണ്ടു, എല്ലാവരും യേശുവിനെ നോക്കി. പക്ഷേ ഒരു കള്ളൻ ശ്രദ്ധിച്ച് നോക്കി. അതെ, ഒരു കള്ളൻ ശ്രദ്ധിച്ച് നോക്കി. ആര് ശ്രദ്ധിച്ച് നോക്കുമോ ഇന്ന് നിന്റെ ദിവസം? ആര് ശ്രദ്ധിച്ച് നോക്കുമോ? This is your day. If you're going to look unto Christ without any distraction, if you're going to look unto Christ, Lord Jesus, please tell me what happened on the cross. God is going to open your eyes. ആ ക്രൂശിൽ കിടന്ന കള്ളന്റെ കണ്ണുകൾ ദൈവം തുറന്നു. ഹല്ലേലൂയ. ഇന്ന് നീ എന്നോടുകൂടെ നീ സ്വർഗ്ഗരാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയ്ക്ക് നയിച്ചതറിയാമോ? ക്രൂശിലേക്ക് അവൻ നോക്കിയത് കൊണ്ടാണ്. ഇന്ന് പകൽ എത്ര പേർ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കും, ആ ക്രൂശിലേക്ക് നോക്കും. ഇന്ന് നിന്റെ വിടുതലിന്റെ പകൽക്കാലമാണ്. ഞാൻ വെറുതെ പറയല്ല, ആത്മാവിൽ പറയാണ്, this is your day. This is your day. എത്ര നേരത്തോട് പ്രാർത്ഥിക്കത്താവേ, ആ ക്രൂശിലെ മർമ്മങ്ങളെ കാണുവാൻ എന്റെ കണ്ണുകളെ തുറക്കണമേ. ആ ക്രൂശിനെ ധ്യാനിക്കുവാൻ എന്റെ ഹൃദയത്തെ തുറക്കണമേ. ആത്മാവിൽ നോക്കിയാട്ടെ, ആത്മാവിലെ ക്രൂശിലെ നോക്കിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ അറിയരുതെന്ന് സാത്താൻ വലിയ നിർബന്ധമുണ്ട്. ജീവിതത്തിൽ വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ പലരും പറയും തൂക്ക് കയറിലേക്ക് നോക്കാം, അല്ലെങ്കിൽ പറയും ഇതോടെ എല്ലാം അവസാനിപ്പിക്കാം. എന്നാൽ ഹൃദയത്തിനുള്ളിൽ നിന്ന് പരിശുദ്ധാത്മാ പറയും വേണ്ട, നീ ക്രൂശിലേക്കൊന്ന് നോക്കിയേ, നിനക്കുള്ള പരിഹാരം അവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര വിശ്വാസത്തോടെ ക്രൂശിലേക്ക് നോക്കും. ഹല്ലേലൂയ. എത്ര പേർ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കും. ഹല്ലേലൂയ. God is going to speak to you. ഹല്ലേലൂയ. ഒരു നിമിഷം ആത്മ കണ്ണുകൾ ഉയർത്തി ദൈവത്തോട് പറ, കർത്താവേ, ആ ക്രൂശിൽ സംഭവിച്ചെന്ന് കാണിച്ചു തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരാം. വായിക്കാമോ? ക്രൂശിന്റെ വചനം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. അപ്പോൾ ഈ ക്രൂശിനെ നമ്മൾ ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. അത് നമ്മുടെ ശക്തീകരണത്തിന് കാരണമായി തീരും. ആമേൻ. ശക്തിപ്പെടുന്ന ആഗ്രഹമുണ്ടോ? പവർഫുൾ ആകണമെന്ന് ആഗ്രഹമുണ്ടോ? There is only one way, look unto Christ. Hallelujah. ഞാൻ ബൈബിളിലെ ഒരു കാര്യം ഇന്ന് പകൽ ശ്രദ്ധിച്ചതാ.
ഫൂൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ള പല സ്ഥലങ്ങൾ ബൈബിളിലുണ്ട്. ഫൂൾ എവിടെയെന്ന് അറിയാമോ? ഫൂൾ എന്ന വാക്ക് ബൈബിൾ എവിടെ പറഞ്ഞിരിക്കുന്ന ആർക്കും പറയാമോ? Can anyone tell me where are the places in the Bible where it is mentioned about fool? നമ്മുടെ ബിനു ബ്രദർ ഫസ്റ്റ് ആൻസർ പറഞ്ഞു, ബുദ്ധിയില്ല ഗലാത്യരെ എന്ന് വിളിച്ചു. പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാമോ? ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ കർത്താവിനോട് ചോദിക്കാത്ത എൻ്റെ മനസ്സിൽ കർത്താവ് തന്ന കേട്ടോ, ഇത് ബുദ്ധിയിൽ നിന്ന് പറയുന്നതല്ല, പരിശുദ്ധാത്മാ തന്ന കാര്യം അതേപോലെ പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഇങ്ങനെ ഫൂൾ എന്ന് വിളിക്കാൻ കാര്യം? എന്താ ഫൂൾ എന്ന് വിളിക്കാൻ കാര്യം? ആ വാക്യത്തിൽ പറയും, ശ്രദ്ധിച്ചേ. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി. ശ്രദ്ധിക്കണേ, മെസ്സേജ് ഓഫ് ദ ക്രോസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന്റെ മുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ. ആരാ വരച്ചത്? പൗലോസ്. ഇന്ന് സാമ്പിൾ പറഞ്ഞല്ലോ, എങ്ങനെ പടം വരച്ചത്? വചനം പ്രസംഗിക്കുന്നതിലൂടെ, ക്രൂശിന്റെ വചനം പ്രസംഗിക്കുന്നതിലൂടെ പൗലോസ് വളരെ കൃത്യമായി വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ച് അവരുടെ കണ്ണിന്റെ മുൻപിൽ വരച്ച് ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ മർമ്മമെല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തതിന് ശേഷം പറയാണ്, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുൻപിൽ വരച്ച് കാട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്ത്. അപ്പൊ ഇവരിപ്പോ എന്താ അവസ്ഥയില്ല? മയങ്ങിപ്പോയി. അപ്പൊ എന്താ സംഭവിച്ചേ? യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചിത്രം ഏതാ? നമ്മുടെ കലണ്ടറിലുള്ള ക്രൂശിന്റെ ചിത്രമല്ല, തെറ്റിയിരിക്കരുത്. ലോകത്തിലെ ഏറ്റവും പിശാചിന്റെ തന്ത്രമാണ് ഡിസ്ട്രാക്ട് ചെയ്യുക. യേശുവിന്റെ ഫോട്ടോ അല്ലെങ്കിൽ ക്രൂശിന്റെ പടമൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വന്നാൽ ഡിസ്ട്രാക്ട് ചെയ്യുക, അതിനുള്ളിലേക്ക് കയറാൻ പറ്റാതെ വേണം ഡിസ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇവർക്ക് എന്ത് സംഭവിച്ചറിയാം? ഗലാത്യ വിശ്വാസികളുടെ മുന്നിൽ എന്ത് വരയ്ക്കപ്പെട്ടു? ക്രൂശ് വരയ്ക്കപ്പെട്ടു. അതായത് ക്രൂശിന്റെ സത്യമാർക്ക് വെളിപ്പെട്ട് കിട്ടി. പക്ഷെ ഇവരെന്ത് പോയി? എന്തായിപ്പോയി? മയങ്ങിപ്പോയി. ഇന്ന് നമ്മൾ പലരും അങ്ങനെയാ, മയങ്ങിപ്പോയി, കണ്ണ് അന്ധമായി പോയി. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് പകലിൽ ആ മയങ്ങിയ കണ്ണുകളെ ദൈവം തുറക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അത് എത്ര പേർ ആത്മാവിൽ ഏറ്റെടുക്കാൻ പോകുകയാണ്? ഹല്ലേലൂയ. എൻ്റെ കണ്ണുകൾ ഇന്ന് തുറക്കപ്പെടാൻ പോകുകയാണ്. നിങ്ങളുടെ കണ്ണ് തുറക്കപ്പെടുമെന്ന് സംഭവിക്കാമെന്ന് അറിയാമോ? യു വിൽ സീ ദ ബ്യൂട്ടി ഓഫ് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ്. യേശു ഇങ്ങനെ ഗെറ്റ്സ്, ഞാൻ അതിലേക്ക് വേണ്ടി വരാം. ഫൂളിനെ കുറിച്ചാണ് പറയുന്നത്. ഫൂൾ, ഒന്നാമത്തെ ഫൂൾ. പിന്നെ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഫൂൾ എന്ന് മറ്റെവിടെയെങ്കിലും സ്ഥലത്ത് വിളിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് ഓർമ്മിച്ചു. അതെ, ലൂക്കോസ് സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. എമ്മൗസിൽ പോകുന്ന 2 ശിഷ്യന്മാർ, ഹല്ലേലൂയ, അവരെ നോക്കി യേശു കർത്താവ് ഫൂൾ എന്ന് വിളി. 25-ാമത്തെ വാക്യം, 24-25-ാമത്തെ വാക്യം. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ. അങ്ങനെ പറഞ്ഞാൽ ഇംഗ്ലീഷ് ബൈബിൾ എന്താ പറയുന്നത്? ഓ ഫൂൾസ്. അപ്പൊ ആരാ ഫൂൾ എന്ന് വിളിച്ചത്? യേശു. ആരെയാ വിളിച്ചത്? എന്തിനാ വിളിക്കാൻ കാര്യം? നമുക്ക് നോക്കാം. എന്തിനാ വിളിച്ചത്? അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അപ്പൊ എന്താ പ്രവാചകന്മാർ പറഞ്ഞത്? ഹല്ലേലൂയ. എന്താ പ്രവാചകൻ പറഞ്ഞത്? അടുത്ത വാക്യം, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് എല്ലാം മനസ്സിലായി. ഒന്ന് കാര്യം ഒഴിച്ചു, ഏതാ? ക്രൂശ് ഒഴിച്ചു. ക്രൂശിലെ കഷ്ടത ഒഴിച്ച് ബാക്കി എല്ലാവർക്കും മനസ്സിലായി. എന്ത് മനസ്സിലായില്ല? അപ്പൊ കഥ വിളിക്കുന്ന പേരാ ഫുൾ. ഇന്ന് പകലിൽ ദൈവം നമ്മെ നോക്കി വിളിക്കും. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അവിടെ ഇവിടെ നോക്കിയാൽ നമ്മളെ കഥ വിളിക്കാൻ മറ്റൊരു പേരുമില്ല, ഫുൾ. എന്നാൽ ബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നത് അറിയാമോ? എൻ്റെ ജീവിതത്തിൽ എന്ത് കഷ്ടത വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും, ഏതറ്റം വരെ പോയാലും എനിക്ക് നോക്കുവാൻ ഒരു സ്ഥലമുണ്ട്. അത് എൻ്റെ ക്രൂശിൻ്റെ മറവിലാണ്, ക്രൂശിൻ്റെ ചുവട്ടിലാണ്. ക്രൂശിൻ്റെ ചുവട്ടിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് നിരാശപ്പെടാൻ ഒന്നുമില്ല. അവൻ പറയും, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്കാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഈ വേദനയിൽ കൂടെ കടന്നു പോകുന്നത് ആ ക്രൂശിൻ്റെ മറവിൽ എന്നെ കൊണ്ടുവരാനായിരുന്നു എന്നൊരു വ്യക്തി പറയും. അങ്ങനെ പല ചോദിക്കട്ടെ, എൻ്റെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി നോക്കിയിട്ട് പറയാമോ, എൻ്റെ ക്രൂശിൻ്റെ ചുവട്ട്, കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ കൊണ്ടുവരാനാണ് ദൈവം അനുവദിച്ചെന്ന് പറയാമോ? നമ്മുടെ എല്ലാ പരാതി അവിടെ അവസാനിക്കും. ക്രൂശിൽ പരാതികൾ അവസാനിക്കും. നോ കംപ്ലൈൻസ്, ഓൺലി പ്രൈസിംഗ് ദ ലോർഡ്. ഹല്ലേലൂയ. എങ്കിലും വിശ്വസിക്കാം. ഫൂൾ എന്ന് വിളിച്ച 2-ാം ഭാഗം ഏതാ? ലൂക്കോസ് വിശേഷത്തില് ക്രൂശിൻ്റെ വചനം മനസ്സിലാകാതെ വന്നപ്പോൾ എന്താ വിളിക്കുന്നത്? ഫൂൾ. എങ്കിൽ 52-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യം വായിക്കാമോ? 52-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യം എന്താണ്? മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ആമേൻ. അപ്പം ഫൂൾ ആരാ? ഹൂ ഈസ് എ ഫൂൾ? ദൈവമില്ല. യേശു കർത്താവ് ഭൂമിയിൽ വന്നെന്നൊക്കെ പറയുന്ന വെറുതെയാ. ക്രൂശിൽ മരിച്ചു എന്നൊക്കെ പറയുന്ന വെറുതെയാ. നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന വെറുതെയാ. ആര് പറയും? ഒരു ഫൂളിനെ പറയാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ക്രൂശീകരണത്തിന് തടസ്സം നിന്ന ഒരാളെ
സാത്താനെന്ന് കർത്താവ് വിളിച്ചു. ആരെന്ന് പറയാമോ? ക്രൂശീകരണത്തിന് തടസ്സം നിന്ന ഒരാളെ സാത്താനെന്ന് വിളിച്ചു. അത് വേറെ ആരുമല്ല, അപ്പോസ്തലനായ പത്രോസ്. നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം വായിക്കാമോ? ഹല്ലേലൂയ. മത്തായി സുവിശേഷം 16-ന്റെ 21-ാമത്തെ വാക്യം. അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. ആദ്യമായിട്ട് ശിഷ്യന്മാരോട് ക്രൂശീകരണത്തെക്കുറിച്ച് പറയുന്ന ഭാഗത. ആദ്യമായിട്ട് ക്രൂശീകരണത്തെക്കുറിച്ച് ശിഷ്യന്മാരോട് വ്യാഖ്യാനിക്കുന്ന ഭാഗം ഇതാണ്. അപ്പോൾ പത്രോസിന്റെ മറുപടി എന്താ? ശ്രദ്ധിച്ചേ. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയിട്ട് കർത്താവേ, അരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അപ്പൊ ക്രൂശീകരണത്തിന് തടസ്സം നിന്ന ആര്? പത്രോസ്. കർത്താവ് എന്താ ചെയ്തെന്നറിയാമോ? അവനോ തിരിഞ്ഞു പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിന്റേതല്ല മനുഷ്യരുടേത് അത്രേ കരുതുന്നത് പറഞ്ഞു. അവിടെയും യേശു കർത്താവ് സാത്താനെ എന്ന് വിളിക്കുന്നത്. ഈ ഭാഗങ്ങളെല്ലാം നിങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ക്രൂശ് കാണാതെ ഒരുവൻ ഉണ്ടെങ്കിൽ അവനാണ് ഫുൾ. എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാണ്. ഇന്ന് സാമുവേൽ പറഞ്ഞല്ലോ, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. നമ്മൾ തിരുമേശയിലേക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതിന് മുൻപേ ക്രൂശിന്റെ വചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാനൊന്നും ചോദിക്കട്ടെ, എന്താണ് ക്രൂശിൽ സംഭവിച്ചത്? ക്രൂശിന്റെ മെസ്സേജ് ഇത്ര പവർഫുൾ ആണെങ്കിൽ വാട്ട് ഹാപ്പൻഡ് ഓൺ ദ ക്രോസ്? ആർക്കെങ്കിലും പറയാമോ ക്രൂശിൽ എന്താ സംഭവിച്ചത്? എന്താണ് ക്രൂശിൽ സംഭവിച്ചത്? നമുക്ക് നോക്കാം. കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 13 മുതൽ 15 വാക്യങ്ങളിൽ ക്രൂശിൽ സംഭവിച്ചത് എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. ഒന്ന്, ക്രൂശിൽ എന്താ സംഭവിച്ചത്? മരിച്ചവരായിരുന്ന നമ്മെ ജീവിപ്പിച്ചു. എങ്കിൽ ഇന്ന് പകലിൽ ഈ ക്രൂശിന്റെ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ജീവൻ ഉണ്ടാകുന്നു. ഹല്ലേലൂയ. ജീവൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഒരു ഉണർവ് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഒരു ആത്മീയ വിടുതൽ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഒറ്റ വഴിയുള്ളൂ, ക്രൂശിന്റെ മുമ്പിൽ. അപ്പോൾ ജീവനുണ്ടായി. അടുത്തത്, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ. രണ്ടാമത് സംഭവിച്ചറിയാമോ? ക്രൂശിൽ എന്താ സംഭവിച്ചത്? ക്രൂശിൽ എന്താ സംഭവിച്ചത്? അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ എന്ന് പറഞ്ഞാൽ ക്രൂശിൽ എന്താ സംഭവിച്ചത്? പാപങ്ങളുടെ മോചനം. We got the forgiveness of sins. അപ്പോൾ ഇന്ന് പകലിൽ ഒരാൾ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, my sins are forgiven. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ ബോധ്യം ഇന്ന് പകൽ ലഭിക്കുന്ന ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. If you look at the cross, you will understand that your sins are forgiven. സാത്താൻ പറയും നീ ഒരു പാപിയാണെന്ന്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയും അല്ല, യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. നീ വിശ്വസിക്കുമ്പോൾ യേശുവിന്റെ രക്തം സകല പാപങ്ങളെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. There is forgiveness in the cross. എന്താ മൂന്നാമത്തെ കാര്യം? വായിച്ചോ. ക്ഷമിച്ച് ചട്ടങ്ങൾ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തും അയച്ച് ക്രൂശിൽ തറച്ച്. എന്ത് സംഭവിച്ചറിയാമോ? നമുക്ക് വിരോധമായിരുന്ന ലീഗൽ ഡോക്യുമെന്റ്സ്. എന്താ നമുക്ക് വിരോധമായിരുന്ന ലീഗൽ ഡോക്യുമെന്റ്? നമ്മൾ പാപം ചെയ്തതോട് നമുക്കെതിരായി എല്ലാം. എന്താ? പാപം ചെയ്ത ദേഹി മരിക്കണം. അപ്പോൾ എന്താ ലീഗൽ ഡോക്യുമെന്റ്? എന്താ? നമുക്കെതിരെയുള്ള എല്ലാ ലീഗൽ ഡോക്യുമെന്റ്സ് എന്താ? പാപം ചെയ്ത വ്യക്തി മരിക്കണം. അത് ഒരിക്കലും നമുക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പോകാൻ സാധ്യമല്ല. എന്നാൽ ക്രൂശിൽ നിന്ന് സംഭവിച്ചെന്നറിയാമോ? നമുക്കെതിരെയുള്ള എല്ലാ ചട്ടങ്ങളെയും ക്രൂശിൽ മായ്ച്ചു കളഞ്ഞു. ഒന്ന് പറഞ്ഞേ, മായ്ച്ചു കളഞ്ഞു. ഹല്ലേലൂയ. എല്ലാ പ്രതികൂലമായ ചട്ടങ്ങളെ ക്രൂശിൽ മായ്ച്ചു കളഞ്ഞു. അടുത്തെന്ന് സംഭവിച്ചു വായിക്കാം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച്. പിന്നെന്താ സംഭവിച്ചെന്നറിയാമോ? ക്രൂശിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധമർപ്പിച്ചു എന്ന് പറഞ്ഞ അർത്ഥം എല്ലാ ദുഷ്ടന്റെ ഈവിൽ പവേഴ്സ് ക്രോസിന്റെ മുൻപിൽ ഡിസാം ചെയ്തു എന്ന് പറഞ്ഞാൽ ആയുധം വെച്ച് കീഴടങ്ങി. ആരുടെ മുൻപിൽ? ക്രൂശിന്റെ മുൻപിൽ. എങ്കിൽ ഇന്ന് പകലിൽ ഞാൻ പറയുന്നു, നിനക്കെതിരെ ശത്രുവായ പ്ലാൻ ചെയ്യുന്ന എല്ലാ പദ്ധതികളും ക്രൂശിന്റെ മുൻപിൽ അത് ക്യാൻസൽ ആയിരിക്കുകയാണ്. അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ ഭാവിക്കെതിരെ, നിന്റെ വിദ്യാഭ്യാസത്തിനെതിരെ, നിന്റെ ആത്മീയ ജീവിതത്തിനെതിരെ ദുഷ്ടനായ പിശാച് ഉയർത്തുന്ന എല്ലാ വമ്പിനെയും എല്ലാ പ്രതിസന്ധികളെയും ക്രൂശിന്റെ മുൻപിൽ ആയുധം വെപ്പിക്കുന്നത് വിശ്വസിക്കുന്ന എത്രയും മക്കളുണ്ട്? എങ്കിൽ ഇന്ന് പകലിൽ വിടുതലിന്റെ പകൽക്കാലമാണ്. ആയുധം വെപ്പിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ ഹല്ലേലൂയ, വിടുതൽ സംഭവിക്കാൻ പോകുകയാണ്. ആയുധം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മുൻപിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ജയോത്സവം എന്ന് പറഞ്ഞാൽ ജയത്തിന്റെ ഘോഷം എന്ന് പറഞ്ഞാൽ വിക്ടറി ഉണ്ട് എന്ന് പറഞ്ഞാൽ ക്രൂശിന്റെ വചനം ഇന്ന് പ്രസംഗിക്കപ്പെടുമ്പോൾ വിജയമുണ്ട് എന്ന് പറയാം. എത്ര കാര്യങ്ങൾ പറഞ്ഞു?
ഒന്ന് വേഗത്തിൽ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു. ക്രൂശിന്റെ വചനത്തിന്റെ പ്രത്യേകത പറയാം. 1, പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. 2, 1 ജീവൻ ലഭിച്ചു. 2, പാപങ്ങൾ മോചിക്കപ്പെട്ടു. 3, എതിരെയുള്ള എല്ലാ കയ്യെഴുത്തും മായ്ച്ചു കളഞ്ഞു. 4, ജയോത്സവം ഉണ്ടായി, അല്ല ആയുധം വെപ്പിച്ചു. 5, ജയോത്സവം കൊണ്ട്. ഈ 5 കാര്യങ്ങൾ നേരിട്ട് പറയാമോ? എനിക്കറിയാം ഇത് നമ്മൾ പറയരുതെന്നും ഇത് മനസ്സിലാക്കരുതെന്നാണ് സാത്താൻ്റെ ഏറ്റവും വലിയ പദ്ധതി. ഇന്ന് സാത്താനെ നമ്മൾ തോപ്പിക്കാൻ പോവുക. ഹല്ലേലൂയ. സാത്താൻ്റെ പദ്ധതി ഇന്ന് പൊളിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം കരങ്ങൾ ഉയർത്താമോ? ഹല്ലേലൂയ. ഒരു നിമിഷം കരങ്ങളെ ഉയർത്തിയിട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം ആത്മാർത്ഥമായി ദൈവത്തിൽ പറ, എൻ്റെ പാപങ്ങൾ കാൽവരി ക്രൂശിൽ മോചിക്കപ്പെട്ടു. There is forgiveness of sins. ഇനിമേൽ നീ പാപി എന്ന് പറയരുത്. അത് നമ്മൾ പാപം ചെയ്തു പോകാറുണ്ടെങ്കിലും നാം നീതിമാനാണ്. ഹല്ലേലൂയ. ഒന്ന് പറയാമോ? I declare, I receive forgiveness in the name of Jesus. എൻ്റെ എല്ലാ പാപങ്ങളും ഞാൻ ഏറ്റു പറയുന്നു. എൻ്റെ കർത്താവിൻ്റെ കാൽവരി ക്രൂശിൽ എൻ്റെ പാപങ്ങളെ മോചിക്കപ്പെടുന്നു. ഇന്ന് ചിലരുടെ ജീവിതത്തിലെ പാപങ്ങളെ പരിശുദ്ധാത്മാവ് ഓർമ്മയിൽ കൊണ്ടുവരുന്നെങ്കിൽ അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കേണ്ട സമയമാണ്. രഹസ്യ പാപം, മനസ്സിലെ പാപം, വായിൽ വന്ന പാപം, ഈ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള പാപത്തെ ഇന്ന് പകലിൽ ഏറ്റു പറഞ്ഞ് കാൽവരി ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ യേശുവിൻ്റെ രക്തത്തിൽ ഒരു വിടുതൽ, ഒരു ഏറ്റുപറച്ചിൽ, ഒരു പാപമോചനം. ഐ റിസീവ് ഇൻ ജീസസ് നെയിം. പറയാമോ? യേശുവിന്റെ നാമം പറയാമോ? യേശുവിന്റെ നാമത്തിൽ പാപമോചനത്തെ ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ നീതിമാനാണ്. രണ്ടാം പറയാമോ? 2 എന്താണ്? ജീവിപ്പിച്ചു. അതെ, ഒന്ന് പറയാമോ? യേശുവിന്റെ രക്തത്താൽ കാൽവരി ക്രൂശിൽ ഞാൻ വിശ്വസിച്ചതിലൂടെ ഞാൻ ജീവൻ പ്രാപിച്ചു. ഇനി ഞാൻ മരിക്കയില്ല, ഞാൻ സമർത്ഥമായി ജീവൻ പ്രാപിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ജീവൻ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. എന്ന് പറയാമോ? ജീവൻ പ്രാപിക്കുകയാണ്. 3 പറയാമോ? എനിക്കെതിരെ എഴുതപ്പെട്ട സകല രേഖകളെയും സ്വർഗത്തിലെ ദൈവം ക്രൂശിൽ മായ്ച്ചു കളയാണ്. വിശ്വസിക്കാമോ? എനിക്കെതിരെയുള്ള എല്ലാ രേഖകളും, എല്ലാ ഡോക്യുമെന്റ്സും മായ്ച്ചോളെ. വിശ്വസിച്ച് ഏറ്റുപറയുന്ന ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഏറ്റുപറയുന്ന ജീവിതത്തിൽ സംഭവിക്കുകയാണ്. God is cancelling all legal documents against you. 4, എൻ്റെ ജീവിതത്തിനെതിരെ ദുഷ്ടനായ പിശാചിന്റെ സകല ആയുധങ്ങളെയും ആയുധം വെപ്പിക്കുന്ന പകൽക്കാലമാണ്. ഞാനത് വിശ്വസിക്കുന്നു. I declare in the name of Jesus, there is power, there is deliverance, there is victory. Hallelujah. അവസാനമായി ജയോത്സവത്തിന്റെ പകൽക്കാലമാണ്. ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, ഞാൻ ജയോത്സവം യേശു ക്രിസ്തുവിനോട് കൂടെ കാൽവരി ക്രൂശിൽ ഞാൻ ജയോത്സവം കൊണ്ടാടുകയാണ്. വിശ്വസിക്കുന്നതായിട്ട് പറഞ്ഞാട്ടെ, ഐ ആം വിക്ടോറിയസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. നമ്മെ സ്നേഹിച്ച മുഖാന്തരം നാം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. എത്ര സന്തോഷമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്ന തിരുമേശ ശിഷ്യരൂഷിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒറ്റ കാര്യം എന്ന് പറഞ്ഞുള്ളൂ, ദ മെസ്സേജ് ഓഫ് ദ ക്രോസ്. ഹല്ലേലൂയ. നമുക്കറിയാം, ലൂക്കോസ് സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ എമൗസിലെ ശിഷ്യന്മാരുടെ കൂടെ യേശു നടക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? അവരുടെ കണ്ണ് ആദ്യം അടഞ്ഞിരിക്കുമായിരുന്നു. എന്താ സംഭവിച്ചത്? യേശു അവരുടെ കൂടെ നടന്ന് എന്ത് വ്യാഖ്യാനിച്ചപ്പോൾ, തിരുവഴുത്തിൽ നിന്ന് തൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച്, എന്തിനാണ് യേശു കർത്താവ് ക്രൂശീകരിക്കപ്പെട്ടതെന്ന് വ്യാഖ്യാനിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ കണ്ണുകൾ, ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അതുവരെ തർക്കിച്ചും വാദിച്ചും മുഖം വാടിയും ഇരുന്നവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കത്തുന്ന അനുഭവം ഉണ്ടായി. എങ്ങനെ കത്തുന്ന അനുഭവം ഉണ്ടായി? ക്രൂശിന്റെ വചനം ധ്യാനിക്കുന്നതിൻ്റെ ഉള്ളിൽ കത്തുന്ന അനുഭവം ഉണ്ടാവും. ഹല്ലേലൂയ. ക്രൂശിന്റെ വചനം ആർക്ക് മനസ്സിലാവോ അവൻ്റെ ജീവിതത്തിൽ വിടുതലുണ്ടാവും. ഹല്ലേലൂയ. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവശക്തിയാണ്. മാത്രമല്ല, യേശു കർത്താവ് അവരുടെ മധ്യയിൽ അപ്പം എടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തു. അവർ കണ്ണു തുറന്നപ്പോൾ യേശുവിനെ കാണാനില്ല. ഹല്ലേലൂയ. എങ്കിൽ നമ്മൾ തിരുമേശയിലേക്ക് പ്രവേശിക്കുകയാണ്.